ആ റീസണാണ് യഥാർത്ഥത്തിൽ ഉള്ള റീസൺ എന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നു. കാരണം ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചോളം ഇന്ദിരാഗാന്ധി പെട്ടെന്ന് ഭയന്ന് പോയ, ഷാറ്റേഡ് ആയി പോയ ഒരാളാണ്. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് എല്ലാവരും പറയുന്ന അയൺ ലേഡി എന്നൊക്കെയാണ്. പക്ഷെ അവരെ നേരത്തേക്ക് ആദ്യം ലാൽ ബഹദൂർ ശാസ്ത്രി അടക്കമുള്ള ആളുകൾ ഇവരെ ഏറ്റവും ആദ്യം നെഹ്റുവിൻ്റെ മിനിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇവരെ വിളിച്ചിരുന്നത് ഭൂങ്കി ഗുഡിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരോടും സംസാരിക്കാത്ത ഒരു പാവ എന്നുള്ളതാണ്. പിന്നീടും അവരെ ഗ്ലാസ് ടോൾ എന്നൊക്കെ വിളിച്ച ആളുകൾ ഇത്തരത്തിൽ കളിയാക്കിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ടായ ഒരാൾ കൂടി ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായൺ എന്ന് പറയുന്ന ഒരാൾ റായ്ബറേലിയിൽ മത്സരിക്കുന്നു. ആ മത്സരിക്കുന്നയാൾ കൊണ്ടുപോയിട്ട് ഇന്ദിരാഗാന്ധി ജയിക്കുന്നു. പക്ഷെ റായ്ബറേലിയിൽ മത്സരിച്ച് രാജ്നാരായണൻ കൊണ്ട് കേസ് കൊടുക്കുന്നു. ആ കേസിൽ രാജ്നാരായണന് അനുകൂലമായിട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ വിധിയുണ്ടാവും. 14 കാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്നാരായണൻ പോയ കേസിനുള്ളത്. പക്ഷെ അതിൽ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടില്ല. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ 2 കാരണങ്ങൾ